ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ കുരുടി മഹാശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നവംബർ 23 ആരംഭിക്കും. നവംബർ 30 വരെ നീണ്ടു നിൽക്കുന്ന സപ്താഹ യജ്ഞത്തിൽ ശോഭന രവീന്ദ്രൻ യജ്ഞാചാര്യ ആകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പനമണ്ണ കുരുടി മഹാശിവക്ഷേത്രത്തിൽ ജീർണോദ്ധാരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ വർഷങ്ങളിൽ ഭാഗവത സപ്താഹ യജ്ഞവും മഹാശിവപുരാണവും ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞവും നടന്നു വന്നിരുന്നു. ഈ വർഷത്തെ ഭാഗവത സപ്താഹ യജ്ഞം നവംബർ 23 ആരംഭിക്കും. നവംബർ 23 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന യോഗത്തിൽ ജീർണോദ്ധാരണ കമ്മിറ്റി രക്ഷാധികാരി അഡ്വക്കേറ്റ് രവിശങ്കർ അധ്യക്ഷനാവും. സാമൂതിരി രാജ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ കെ സി രാജേഷ് രാജ, പി സി ഗിരിധർ രാജ, കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി ഡോക്ടർ കെ ജി രവീന്ദ്രൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. യോഗത്തിൽ ദീപപ്രജ്വലനം വിശിഷ്ടാതിഥികൾ ചേർന്ന് നിർവഹിക്കും. പ്രവർത്തന അവലോകനം ജീർണോദ്ധാരണ കമ്മിറ്റി രക്ഷാധികാരി സതീഷ് കുമാർ നിർവഹിക്കും. മുൻ ഗുരുവായൂർ മേൽശാന്തി തിയനൂർ ശങ്കരനാരായണ പ്രമോദ് നമ്പൂതിരി, മണ്ണമ്പറ്റം മാതാജി സത്യപ്രിയ തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഷീന മനോജ്, ഒറ്റപ്പാലം ഗണേശ സേവാ സമിതി കോർഡിനേറ്റർ പി അരവിന്ദൻ, വാർഡ് കൗൺസിലർ സജിത് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിക്കും. കൂടാതെ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളും പങ്കെടുക്കുമെന്ന് ഒറ്റപ്പാലം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രത്തിൽ ഉദ്ദേശം ഒരു 10ാമത്തെ വർഷമാണ് ഇവിടെ സപ്താഹം, അതുപോലെ ശിവപുരാണം, ദേവി മഹാത്മ്യം തുടങ്ങിയുള്ള ആധ്യാത്മിക പരിപാടികൾ എല്ലാ വർഷമായിട്ട് നടത്തി വരുന്നുണ്ട്. ഈ വർഷം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നമ്മുടെ കേരളത്തിന്റെ അഭിമാനവും പ്രശസ്തമായിട്ടുള്ള രവീന്ദ്രൻ മാഷിന്റെ സഹധർമ്മിണി ശോഭന രവീന്ദ്രനാഥാണ് ഇത്തവണ ഭാഗവത സപ്താഹത്തിന്റെ ആചാര്യയായിട്ട് വന്നിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ അത് നടത്തണം എന്നുള്ള ഉദ്ദേശമാണ്. എല്ലാ വർഷവും വളരെ അതിഗംഭീരമായിട്ട് തന്നെയാണ് പരിപാടികൾ നടത്തുക. വരുന്നവർക്കെല്ലാം അന്നദാനം ഉണ്ടാവും, പ്രത്യേക പൂജകൾ. ക്ഷേത്രത്തിന്റെ ഐശ്വര്യം വർദ്ധിച്ചുകൊണ്ടേ വരുന്ന കാലം തന്നെയാണ് ഇത്. കാരണം വർഷങ്ങളായിട്ട് തീരെ വളരെ ജീർണിച്ച് കിടന്നിരുന്ന ഒരു അമ്പലമായിരുന്നു ഇത്. ഈ കമ്മിറ്റി ജീർണോദ്ധാരണ കമ്മിറ്റിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ടൊരു 11ാമത്തെ വർഷമാണിത്. അതിനോടൊപ്പം തന്നെ ഈ ജീർണോദ്ധാരണത്തോടൊപ്പം തന്നെ ഇതേപോലുള്ള ആധ്യാത്മിക പരിപാടികൾക്കും തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കൂടി ഒരു ചൈതന്യം കൂടി അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് എല്ലാ ഭക്തജനങ്ങൾക്കും ലഭ്യമാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നാട്ടിലത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം അതിലുണ്ടാകും. എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ട്രഷറർ അനിൽകുമാർ സി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ രവീന്ദ്രൻ പി, ചന്ദ്രൻ, സന്തോഷ് കുമാർ എ, മോഹൻദാസ് പി, അഖിൽ കെ, വി എസ് സുരേഷ് ബാബു തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗിരിധർ രാജ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് അതിൽ സന്നിധായിട്ടുള്ള വിശിഷ്ടാതിഥികളായിട്ട് ഉള്ളത് ഡോക്ടർ കെ ജി രവീന്ദ്രൻ സാറ്. പിന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ആത്മചൈതന്യം, നമ്മുടെ ചിദാനന്ദപുരി സ്വാമികളുടെ ശിഷ്യനായിട്ടുള്ള ആത്മചൈതന്യമാണ്. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് തിയന്നൂർ ശങ്കരനാരായണ പ്രമോദ് നമ്പൂതിരി, മുമ്പത്തെ ഗുരുവായൂർ മേൽശാന്തിയാണ്. അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള വേണുഗോപാൽജി, അതേപോലെ തന്നെ പനാവൂർ നാരായണ നമ്പൂതിരി ക്ഷേത്രം തന്ത്രി, ഇൻസ്പെക്ടറായിട്ടുള്ള രാധിക മാഡം, ഒറ്റപ്പാലത്തെ പ്രമുഖ അഡ്വക്കേറ്റായിട്ടുള്ള സന്തോഷ് വക്കീൽ, ജയറാം വക്കീൽ, നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള രവിശങ്കർ, അഡ്വക്കേറ്റ് രവിശങ്കർ, ഇവരെല്ലാവരും ചേർന്നാണ് ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്. Ambalappara Physiotherapy and Rehabilitation Center at Kadambur now serves with high standard facilities, experienced doctors in physiotherapy and staying facility available for better outcome. Our treatments are neurological physiotherapy, musculoskeletal physiotherapy, orthopedic and sports physiotherapy, pediatric physiotherapy, geriatric physiotherapy, cardiothoracic physiotherapy, pre and postnatal exercises through electrotherapy and exercise therapy services.